ഒരു ദിവസം നിങ്ങൾ എത്ര നേരം പഠിക്കാനായി മാറ്റിവെക്കാറുണ്ട്? അതുപോലെ എത്ര നേരം പഠിത്തം മാറ്റിവെക്കാനായി ഉപയോഗിക്കാറുണ്ട്? ഞാനിന്ന് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ചില സമയത്ത് നിങ്ങൾക്ക് ടി വി കാണാൻ തോന്നും, ചില സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ കളിക്കാൻ തോന്നും, ചില സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. എന്നാൽ ചില സമയത്ത് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ തോന്നില്ല. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യണം. വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നീട്ടിവെക്കൽ. ആദ്യം അതിനെ തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എത്രത്തോളം നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്കത് ഈസി ആയി തുടങ്ങും. സ്വന്തം മാർക്കിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്കറിയാം. മാർക്ക് കുറയുമ്പോൾ അവർ എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. പക്ഷെ ശരിക്കുള്ള പ്രധാന കാരണം അത് അവർ തന്നെയാണ്. ഒരു പ്രശ്നവും പരിഹരിക്കാൻ അവർ തയ്യാറാകുന്നില്ല, അതൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ പോലും അവർ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരേ മാർക്ക് തന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും ഇതുപോലെ കംപ്ലൈന്റ് ചെയ്ത് നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. സൂപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊന്നും അവരുടെ ടാർഗറ്റുകൾ ഇടയ്ക്ക് വെച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ അവരാരും അത് നിർത്തി പോകാറില്ല. അവരുടെ ടാർഗറ്റിനെ കൂടുതൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? പഠിക്കാനോ അതോ തോൽക്കാനോ? നന്നായി പഠിക്കൂ, അതിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറൂ. ഓൾ ദ ബെസ്റ്റ്.